കർണാടകയിലെ ധർമ്മസ്ഥലയിൽ ഇന്നു മുതൽ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ പരിശോധന നടക്കും. നേത്രാവതി സ്നാനഘട്ടത്തോട് ചേർന്ന 13-ാം നമ്പർ സ്പോട്ടിലാകും പരിശോധന. ഏറ്റവും കൂടുതൽ മൃതദേഹം കുഴിച്ചിട്ടുവെന്ന് മുൻ ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയ സ്പോട്ടാണ് ഇത്. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് തത്സമയം ചേരുന്നു. റഹീസ്, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ധർമ്മസ്ഥലയിലെ പരിശോധനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണിത്. കാരണം ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്നു മുതൽ തുടങ്ങുകയാണ്. ഇവിടെ SIT സംഘം മണ്ണ് മാറ്റിയുള്ള പരിശോധന ആരംഭിച്ചിട്ട് 14 ദിവസമാകുന്നു. എങ്ങനെ 2 ആഴ്ച ആകുമ്പോഴാണ് ഈ തിരച്ചിലിന് കാര്യമായൊരു പുരോഗതി ഉണ്ടാകാത്തതുകൊണ്ട് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിക്കാൻ തീരുമാനമായിരിക്കുന്നത്. ഇന്ന് സ്പോട്ട് നമ്പർ 13-ലാണ് പരിശോധന നടക്കുന്നത്. സ്പോട്ട് നമ്പർ 13 പല കാരണങ്ങൾ കൊണ്ടും വളരെ പ്രധാനമാണ്. ഒന്ന്, മുൻ ശുചീകരണ തൊഴിലാളി താമസിച്ചിരുന്ന സ്ഥലത്തിനോട്, ഈ നേത്രാവതി സ്നാനഘട്ടത്തോട് ചേർന്നുള്ള പ്രദേശമാണ്. മാത്രമല്ല, വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഈ മണ്ണിട്ട് ഇവിടുത്തെ നിലം വലിയ തോതിൽ ഉയർത്തിയിരുന്നു. അപ്പോൾ ഏതാണ്ട് 10 അടിയൊക്കെ താഴ്ചയിൽ കുഴിച്ചാൽ മാത്രമേ അവിടെ ഏതെങ്കിലും തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അസ്ഥികൂടങ്ങൾ ലഭിക്കാൻ വലിയ താഴ്ചയിൽ കുഴിക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ എത്തിച്ചിരിക്കുന്നത്. ഇന്നലെ ഇവിടെ ഒരു ഡ്രോൺ മാപ്പിംഗ് ഒക്കെയും നടന്നു. കൃത്യമായി പോയിന്റുകളൊക്കെയും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇന്ന് ഏതാണ്ട് ഒരു 11:30യോടുകൂടി പരിശോധന തുടങ്ങും എന്നുള്ള കാര്യം SIT സംഘം അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, താൻ ഏറ്റവും കൂടുതൽ മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്നത് ഈ സ്പോട്ട് നമ്പർ 13-ലാണെന്നാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തൽ നടത്തിയിരുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കീ സ്പോട്ടായിട്ടാണ് ഈ ഒരു സ്പോട്ടിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പരിശോധന വളരെ ക്രൂഷ്യലാണ്, നിർണായകമാണ്. അതിനപ്പുറത്തേക്ക് ഈ അനന്യ ഭട്ടിൻ്റെ അമ്മ നൽകിയ പരാതിയിൽ നിരന്തരമായി അവരുന്നയിച്ചിരുന്ന ഒരു ആരോപണം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ആവശ്യം കൂടിയാണ് ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തണം എന്നുള്ളത്. അങ്ങനെ എന്തായാലും 2 ആഴ്ചയ്ക്ക് ശേഷം അത് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണം ധർമ്മസ്ഥലയിൽ ആരംഭിച്ചിരിക്കുന്നു. SIT അന്വേഷണം ഇത്രയും ദിവസം പൂർത്തിയായതിനു ശേഷമാണ് അവരെത്തിയിരിക്കുന്നത്. പഞ്ചായത്തിൽ നിന്നുള്ള പ്രാഥമിക രേഖകളൊക്കെയും ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ സ്വീകരിച്ചിട്ടുണ്ട്, അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അതിന് പിന്നാലെ SIT സംഘവുമായി ഒരു യോഗം ചേർന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവിടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ പരിശോധന വളരെ നിർണായകമാണ്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.